വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 4 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ നോർത്ത്, സൗത്ത്, കരുവാറ്റ, പള്ളിപ്പാട് പഞ്ചായത്തുകളിൽ രോഗബാധ ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ശരണ്യ സ്റ്റേഷനുണ്ട്. ശരണ്യ, ക്രിസ്മസ് കാലത്ത് സമാനമായി പക്ഷിപ്പനിയുടെ പ്രശ്നമുണ്ടായിരുന്നു. ജില്ലയിൽ വ്യാപകമായി കോഴി ഇറച്ചിയടക്കം നിരോധിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ സ്ഥിതി? വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണോ? അതും നേരത്തെ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിലാണോ അതോ പുതിയ മേഖലകളിലേക്കാണോ? രഞ്ജിത്ത്, നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ, അതായത് 5 പഞ്ചായത്തുകളോളം നേരത്തെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്ത്, കരുവാറ്റ അടക്കമുള്ള അമ്പലപ്പുഴ നോർത്തും സൗത്ത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ച ഇടമാണ്. കരുവാറ്റ, പള്ളിപ്പാട് അടക്കമുള്ള പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ പുതുതായി ഭോപ്പാലിൽ നിന്നുള്ള റിസൾട്ട് വന്നിട്ടുള്ളത്. ഇവിടെ പക്ഷിപ്പനിയുടെ നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു. സാമ്പിളുകൾ തിരുവല്ലയിലെ ഗവേഷണ കേന്ദ്രത്തിൽ പരിശോധിക്കുകയും ഏറെക്കുറെ പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം ഭോപ്പാലിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ സ്ഥിരീകരണത്തിലാണ് 5 ഇടങ്ങൾ കൂടി പുതുതായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് നേരത്തെ സ്ഥിരീകരിച്ച പഞ്ചായത്തുകളോട് ചേർന്നുള്ള പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി 5000-ഓളം കോഴി, ഒപ്പം തന്നെ കാട അടക്കമുള്ള, നേരത്തെ താറാവിലായിരുന്നെങ്കിൽ ഇപ്പോൾ കോഴി, കാട അടക്കമുള്ള വളർത്തു പക്ഷികളിൽ ഇത്തരത്തിൽ പനി കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 5000-ഓളം പക്ഷികൾ ചത്തു വീഴുന്നൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഇത് പക്ഷിപ്പനിയാണെന്നുള്ള സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മാംസ വിൽപ്പന, ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനം, ഒപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഷ്ടം അല്ലെങ്കിൽ മുട്ട അടക്കമുള്ള സംഭവങ്ങൾ ഈ ഇടങ്ങളിൽ നിന്ന് മറ്റിടങ്ങളിലേക്കുള്ള ചരക്ക് നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കള്ളിങ് അടക്കമുള്ള തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. 13,000-ഓളം പക്ഷികളെ വീണ്ടും ഇത്തരത്തിൽ കള്ളിങ്ങിന് വിധേയമാക്കേണ്ടി വരും എന്നുള്ള ഒരു അസസ്മെൻ്റാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുതൽ കള്ളിങ് ആരംഭിക്കും. ഇന്നും നാളെയുമായി കള്ളിങ് പൂർത്തീകരിക്കാം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. എന്തായാലും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി കർഷകർക്ക് മറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. സൈബീരിയൻ ഇനത്തിൽ നിന്നുള്ള കൊക്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ പക്ഷിപ്പനിക്ക് ഉള്ള കാരണമായി മാറിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സഞ്ചാരപാത ആലപ്പുഴ വഴിയാണ്. അതുകൊണ്ട് തന്നെ നിരന്തരം കഴിഞ്ഞ ഒരു ഡിസംബർ സീസണിൽ ഒഴികെ നിരന്തരം ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളായതുകൊണ്ട് തന്നെ ആ പാടശേഖരങ്ങളിൽ ഭക്ഷണം തേടിയെത്തുന്ന ഇത്തരത്തിലുള്ള ദേശാടന പക്ഷികളിൽ നിന്നാണ് ഇങ്ങനെ പക്ഷിപ്പനി ഇപ്പോൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചിക്കൻ വിഭവങ്ങൾക്ക് ന്യൂ ഇയർ സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് വലിയ പ്രതിഷേധം, ഒരു ദിവസം മുഴുവൻ കടയടച്ച് സമരമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ വീണ്ടും ഒരു ആശങ്ക പടർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ മൊത്തം സംവിധാനത്തെ ബാധിക്കുന്ന രീതിയിൽ ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത്തവണ 4 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനിയുടെ ഭീതി പടരുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന്റെ മുന്നൊരുക്കം തുടങ്ങി കോൺഗ്രസ് MLA അൻവർ സാദത്ത്. സ്വന്തം പേരിലുള്ള കേസുകളുടെ കണക്ക് തേടി DGPക്ക് കത്ത് നൽകി. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനാണ് കേസ് വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാണ് അൻവർ സാദത്തിന്റെ കത്തിൽ. VV വിനോദുണ്ട്. വിനോദ്, സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ പാടില്ല, പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള നിർദ്ദേശമുണ്ട് മുകളിൽ നിന്ന്, നമുക്കറിയാം. ഇവിടെയാണ് അൻവർ സാദത്തിനെ പോലെ സിറ്റിംഗ് MLA, മിക്കവാറും അൻവർ സാദത്ത് തന്നെ ആലുവയിൽ മത്സരിക്കും, മറ്റാരും അങ്ങനെ വന്ന് മത്സരിക്കാനുള്ള സാഹചര്യമില്ല. പക്ഷെ അപ്പോഴും ഇപ്പോഴത്തെ നീക്കത്തെ എങ്ങനെ കാണണം? രഞ്ജിത, തീർച്ചയായും ഇത് വലിയൊരു മുന്നൊരുക്കം തന്നെയാണ്. UDF അധികാരത്തിലെത്തുമെന്ന ഒരു പ്രതീതി UDF ക്യാമ്പുകൾ അതിശക്തമായി വെച്ച് പുലർത്തുമ്പോഴാണ് ഈ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ കേസുകളുടെ കണക്ക് തേടി പോലീസിനെ സമീപിക്കുന്നത്. സാധാരണ നിലയിൽ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി കേസുകളുടെ എണ്ണമൊക്കെ ശേഖരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇവരിപ്പോൾ ഈ കേസുകളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അതിന്റെ കണക്ക് തേടി പോലീസിനെ സമീപിക്കുന്നു. DGPക്കാണ് അൻവർ സാദത്ത് കത്ത് നൽകിയിരിക്കുന്നത്. രഞ്ജിത്ത്, അൻവർ സാദത്ത് MLA ആണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ മുന്നൊരുക്കമായി സ്വന്തം പേരിലുള്ള കേസുകളുടെ കണക്ക് തേടി DGPക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആലുവയിൽ ആണ് അൻവർ സാദത്ത്, സിറ്റിംഗ് MLA ആണ്. അൻവർ സാദത്ത് തന്നെ അവിടെ മത്സരിക്കാനുള്ള സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്.
മറ്റു വാർത്തയിലേക്ക് പോകണം. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ KC ശോഭിതയ്ക്കെതിരെ DCC അധ്യക്ഷൻ പാറോപ്പടി പരാജയത്തിന്റെ പേരിൽ പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും പുകച്ച് പുറത്തിയാടിക്കാനും ശ്രമമെന്ന ശോഭിതയുടെ FB പോസ്റ്റ് അനാവശ്യമെന്നാണ് DC അധ്യക്ഷന്റെ വാദം. തിരുത്തിയില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രവീൺ കുമാറിന്റെ മുന്നറിയിപ്പ്. ഈ ജില്ലയിലെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത വിജയമാണ് ജില്ലയിലെ വിജയം. ആ വിജയത്തിന്റെ സൗന്ദര്യം കിട്ടുന്ന നടപടി ഒരാളുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. പാറോപ്പടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എൻ്റെ ബാഗിൽ കിടക്കുകയാണ്. ഞാനിതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷിച്ച രണ്ടാളുകൾക്കും എനിക്കുമല്ലാതെ റിപ്പോർട്ട് എന്താണെന്ന് അറിയില്ല. അതെന്താണെന്നറിയാതെ ഇത്തരം നടത്തുന്ന പ്രതികരണം ഒരിക്കലും പാടില്ലാത്തതാണ്. അതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വരുന്ന വാർത്തകളായാലും ഫേസ്ബുക്ക് പോസ്റ്റായാലും തെറ്റായ നമ്പറാണ്. KC ശോഭിത ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകയാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന സഭയിൽ. ഈ കാര്യത്തിൽ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നടപടി പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അവരുടെ വിസ്തീർണം ചോദിക്കുന്നുണ്ട്. അതവർ തിരുത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ച് അത് നടപടി ചെയ്യും. പക്ഷെ അവർ തിരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പ്രവീൺ കുമാറാണ് സംസാരിച്ചത്. നമുക്കറിയാം, MM മണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല. മത്സരിക്കില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നത്. എങ്കിൽ സ്ഥാനാർത്ഥിത്വ പ്രചാരണങ്ങൾ തള്ളാതെയാണ് MM മണി സംസാരിച്ചത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് പ്രതികരണം. MLA പണി നോക്കി പാർട്ടിയിൽ വന്ന ആളല്ല താൻ. കോൺഗ്രസുകാരാണ് പാർട്ടി തീരുമാനിക്കുന്നതിന് മുൻപ് സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെന്നും പരിഹാസം. സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്ത് ആര് സ്ഥാനാർത്ഥിയാകണം, എങ്ങനെയാണ് ജയ സാധ്യത, എങ്ങനെയാണ്, ഇതൊക്കെ നോക്കി തീരുമാനിക്കും. ഞാൻ 2 ടേൺ ആയി എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ ജയിപ്പിച്ചു. എനിക്ക് ചെയ്യാമെന്ന് നോക്കാൻ ഞാൻ ചെയ്തിട്ടു. ഇനി പിരിയുന്നതിന് മുമ്പ് ഇതും കൂടെ ബാക്കിയും കൂടിയൊക്കെ ഒന്ന് ചെയ്യണമെന്ന് താല്പര്യവും ഇതൊരു ഉദ്ഘാടനം നടത്തി വണ്ടി എവിടെ ഇറങ്ങുന്ന സ്ഥല നില ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി പറഞ്ഞ മത്സരിക്കും. അത് പാർട്ടി പറയണ്ടേ, പാർട്ടി പറയുന്നല്ലോ ചെയ്യും. തീരുമാനിക്കണം അവരുടെ വിജയത്തിന് വേണ്ടി. പിന്നെ അതെന്റെ ജോലിയല്ലേ. അത് ഇപ്പൊ MLA പണി നോക്കി പാർട്ടി വന്നതല്ലല്ലോ നമ്മളതിനൊക്കെ എത്രയോ മുമ്പ് വന്നതാ. വർഷം എത്രയാണെന്നറിയോ? തൊണ്ടിമുതലിൽ കൃത്രിമം നടത്തിയ കേസിൽ മുൻമന്ത്രി ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടി ബാർ കൗൺസിൽ ഇന്ന് പരിഗണിക്കും. 3 അംഗ അച്ചടക്ക സമിതിയാണ് വിഷയം പരിശോധിക്കുന്നത്. നടപടിയുടെ ഭാഗമായി ആന്റണി രാജുവിനും ബന്ധപ്പെട്ട കക്ഷികൾക്കും നോട്ടീസ് നൽകും. വിശദമായ വാദം കേട്ട ശേഷമാകും നടപടികളിലേക്ക് ബാർ കൗൺസിൽ കടക്കുക. ആന്റണി രാജുവിന്റെ നടപടി ഗുരുതരവും നാണക്കേടുമാണെന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. കേസിൽ 3 വർഷം തടവിനാണ് നെടുമങ്ങാട് കോടതി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. മറ്റു വാർത്തയിലേക്ക്. നിലമ്പൂർ മുൻ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ചോദ്യം ചെയ്തത്. ED കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പ്, ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തൽ, അനധികൃത സ്വത്ത് വർധനവ് തുടങ്ങിയ കേസുകളാണ് അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. നേരത്തെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അൻവർ ഒരേ ഭൂമിയിൽ 2 വായ്പ എടുത്തുവെന്നാണ് പ്രധാന പരാതി. കൊല്ലത്തെ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസിന്റെ അന്വേഷണം. ഇതിന് പിന്നാലെയാണ് കള്ളപ്പണ ഇടപാടിൽ ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ വിളിച്ച് ED മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മറ്റു വാർത്തയിലേക്ക്. ശ്രീലേഖയുമായുള്ള തർക്കത്തെ തുടർന്ന് കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിഞ്ഞ VK പ്രശാന്ത് MLAയുടെ പുതിയ ഓഫീസ് തുറന്നു. തിരുവനന്തപുരം മരുതൻകുഴിയിൽ വൈറ്റ് സൊസൈറ്റി കെട്ടിടത്തിലാണ് ഓഫീസ്. VK പ്രശാന്തിന്റെ ഓഫീസ് കെട്ടിടം ഒഴിയണമെന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നു. അത് വിവാദമാവുകയും ചെയ്തു.
തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ കോലീബി സഖ്യം ശക്തിപ്പെട്ടതായി CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA. പല പഞ്ചായത്തുകളിലും LDF അധികാരത്തിലെത്താതിരിക്കാൻ കോലീബി സഖ്യം രൂപപ്പെട്ടു. സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ച മറുപടി പറയണമെന്നും M രാജഗോപാലൻ പറഞ്ഞു. ലക്ഷ്യ ക്യാമ്പിലെ ഉദുമ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തൽ മുഖവിലക്കെടുക്കുന്നില്ലെന്നും M രാജഗോപാൽ ന്യൂസ് 18നോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചത് ചെറുതല്ലാത്ത ഊർജ്ജമാണ് കാസർഗോട്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനായി 3 നഗരസഭകളിൽ 2 നഗരസഭകൾ നിലനിർത്താനായി, അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലും നിലവിലെ നില തന്നെ തുടരാനായി. പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കുകളില്ലാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു പോകാൻ സാധിച്ചു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള മണ്ഡലങ്ങൾക്ക് പുറമെ കാസർഗോഡും മഞ്ചേശ്വരവും അത് ശക്തമായ പ്രകടനം കാഴ്ചവെക്കാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം വലിയ വിവാദം ഉയർന്നിട്ടുള്ളത് BJPക്ക് UDF പിന്തുണ നൽകുന്ന സാഹചര്യം കൂടി കാസർഗോഡ് ജില്ലയിൽ ഉരുത്തിരിച്ചു വന്നിട്ടുണ്ട്. അതും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാണ്. ഏതായാലും നമ്മോടൊപ്പം CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA തന്നെ ചേരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് BJPക്ക് പിന്തുണയുമായി UDF വരുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലയിലുണ്ട്. 2 പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിലുള്ളത്. എങ്ങനെയാണ് ഇടതുപക്ഷം CPM ഇതിനെ പ്രധാനമായും കാണുന്നത്? രാഷ്ട്രീയ നാണക്കേടാണത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയ നാണക്കേടിൻ്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് BJP ആയാലും കോൺഗ്രസ് ആയാലും. കാരണം വളരെ പ്രകടമായ ബാന്ധവമാണ്. മുമ്പ് ബേപ്പൂർ വടകര മോഡലാണ് നമ്മൾ കേരളീയ സമൂഹത്തിന് അത് പരിചിതമായിട്ടുള്ളത്, ഈ കോലീബി സഖ്യം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പ്രസംഗത്തിൽ വളരെ ശക്തമായ രീതിയിൽ മതേതരത്വത്തെക്കുറിച്ച് പറയുകയും ഇത്തരം തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ 4 സീറ്റിനും 10 വോട്ടിനും വേണ്ടി തീർത്തും ഈ രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനാണ് ഈ കോലീബി സഖ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ നമ്മുടെ ജില്ലയിൽ ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തായിരുന്നു അതിൻ്റെ ആദ്യ റിഹേഴ്സൽ. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ആദ്യ ദിവസം തെരഞ്ഞെടുപ്പ് നടത്താനേ കൂട്ടാക്കിയില്ല. കാരണം കോറം തികയാണ്ടാക്കി അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള സാഹചര്യം ഒരുക്കുക ചെയ്തു. അപ്പോൾ BJP കോൺഗ്രസും തമ്മിലൊരു അന്തർധാരയായിരുന്നു. അത് ബഹുമാനപ്പെട്ട കാസർഗോഡ് MP ശ്രീ ഉണ്ണിത്താൻ തന്നെ വളരെ പരസ്യമായി തന്നെ കോൺഗ്രസിനകത്തുള്ള ഈ വിഷയത്തെക്കുറിച്ചും BJPക്കെതിരായിട്ടും പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ കൂടി അദ്ദേഹം പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. പിന്നീട് നമ്മൾ കണ്ടത് കൃത്യമായി BJP പിന്നെ UDFന് വോട്ട് ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ സംവരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കൃത്യമായി BJPൻ്റെ ജനപ്രതിനിധി UDFന് വോട്ട് ചെയ്തു. അതിൻ്റെ പ്രത്യുപകാരം എന്നുള്ള രീതിയിലാണ് തിരിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJPയുടെ പ്രതിനിധിയായിട്ടുള്ള സന്തോഷിൻ്റെ പേര് നിർദ്ദേശിക്കുന്നത് UDF ആണ്. വളരെ പ്രകടമായിട്ടുള്ള രീതിയാണ്. അതിനേക്കാളേറെ അപകടകരമായിട്ടുള്ള നാണക്കേട് വിതക്കുന്ന ഒരു സംഗതിയാണ് പൈവളിയിൽ നടന്നത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലക്ഷ്യ ക്യാമ്പ് കഴിഞ്ഞതോടുകൂടി UDFൻ്റെ ഒരു അവകാശവാദം ഉദുമ കൂടി ഇത്തവണ അവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അതായത് ജില്ലയിൽ 3 മണ്ഡലം ഉറപ്പ് എന്നാണ്. നമുക്കറിയാം, ഉദുമ കഴിഞ്ഞ കുറേ കാലങ്ങളായി LDFൻ്റെ ശക്തി കേന്ദ്രമാണ്. LDF വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത്. എങ്ങനെയാണ് ആ പ്രസ്താവനയെ കാണുന്നത്? ആ പ്രസ്താവനയെ മുഖവിലക്കെടുക്കുന്നേയില്ല. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നിപ്പോൾ ആകെ LDFകളുടെ നാട്ടിൽ നിന്ന് ഒലിച്ചുപോയി എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സാധാരണ വോട്ടർമാരെ ഈ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനത്തിന് രൂപം നൽകും. ആ രീതിയിലേക്ക് അല്ലേ പോകുന്നത്. കാരണം കോലീബി സഖ്യം വരുന്നതിൻ്റെ ആപത്ത് നന്നായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ മഞ്ചേശ്വരത്ത് എങ്ങനെയായിരിക്കും ഇത്തവണ? കാരണം ഏറ്റവും കൂടുതൽ BJP വിജയിക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിന്? ഇല്ല, BJPയുടെ ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ UDFന് തന്നെയാണ് കനത്ത ഭൂരിപക്ഷം, അല്ലെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFനാണ് കഴിഞ്ഞത്. BJP ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ലയിൽ ദുർബലമാവുകയായിരുന്നു. അതുകൊണ്ട് മാസ് ബേസിന് വലിയ കോട്ടം തട്ടിയെന്ന അഭിപ്രായമൊന്നുമില്ല. മറിച്ച് കുറേയധികം വോട്ടുകൾ പിന്നെ UDFന് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗം വോട്ട് ചിലപ്പോൾ നിഷ്ക്രിയമായിട്ടുണ്ട്. എന്തായാലും BJPക്ക് സ്വാധീനം കുറഞ്ഞു. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൽ BJPക്ക് 2 സീറ്റ് ഉണ്ടായിരുന്നല്ലോ. ആ 2 സീറ്റ് ഒന്നായി ചുരുങ്ങി. ഈ മഞ്ചേശ്വരത്ത് UDFും LDFും അങ്ങനെ ഒരു മത്സരം, അതാണോ നേരത്തെ പറഞ്ഞത് ഉദ്ദേശിക്കുന്നത്? അതെ, UDFും LDFും മത്സരത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിന പ്രയത്നം വേണ്ടി വരും. കാരണം അവിടുത്തെ പിന്നെ സാഹചര്യങ്ങളുണ്ട്, സംഘടനാപരമായിട്ടുള്ള മുന്നേറ്റം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയണം. എന്നാൽ അവിടെ മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം ശക്തമായി ജനങ്ങളിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയുമെല്ലാം കുടികൊള്ളുന്ന ഒരു മണ്ഡല പരിധിയാണ്. അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്. ഒട്ടേറെ ഒരു സങ്കീർണമായ രാഷ്ട്രീയാന്തരീക്ഷമുള്ളൊരു മണ്ഡലമാണ് പിന്നെ മഞ്ചേശ്വരം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 3 മണ്ഡലങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം മഞ്ചേശ്വരത്തും ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും വ്യക്തമാക്കുന്നത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.
ശബരിമലയിൽ ഇന്നലെ എത്തിയത് 95,690 തീർത്ഥാടകർ. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ വരി ശബരിപീഠം വരെ നീണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ 2000-നും 3000-നും ഇടയിൽ തീർത്ഥാടകർ പമ്പയിൽ നിന്നും കയറുന്നുണ്ട്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ തിരക്ക് തുടരുകയാണ്. ഇന്നലെ 95,690 പേരാണ് സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസ് കണക്ക്. ഇതിൽ ഏറ്റവും അധികം വർധനമുണ്ടായിട്ടുള്ളത് പുല്ലുമേട് വഴി വരുന്ന തീർത്ഥാടക എണ്ണത്തിലാണ്. 12,000-ലധികം പേർ പുല്ലുമേട് വഴി വന്നു എന്നാണ് പോലീസിന്റെ ഇന്നലത്തെ കണക്ക്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കിനേക്കാളൊക്കെ കൂടുതലാണ്. വരും ദിവസങ്ങളിലും വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ തീർത്ഥാടകരുടെ വരി മരക്കൂട്ടം പിന്നിട്ട് ശബരിപീഠം വരെ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. മണിക്കൂറിൽ 2000-നും 3000-നും ഇടയിൽ തീർത്ഥാടകരാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തുന്നത്. പക്ഷേ മരക്കൂട്ടം മുതൽ അല്ലെങ്കിൽ ശബരിപീഠം മുതൽ വലിയ നിയന്ത്രണങ്ങളോടെ തന്നെ അവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാനാകൂ. അതായത് 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിട്ടുള്ളത് ഈ സ്പോട്ട് ബുക്കിങ്ങിന് പുറമെ മറ്റ് ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്തവർ കൂടി നേരത്തെ ദിവസങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അവർ ഇവിടെ സന്നിധാനത്തെത്തി ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു മകരവിളക്കിൻ്റെ സമയത്ത് പർണശാല കെട്ടി തീർത്ഥാടകർ സന്നിധാനത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് 2-3 ദിവസം നിന്ന് തൊഴുതു പോകുന്നതാണ് രീതി. ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇത്തവണ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ കുറെ കൂടി തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ വെർച്വൽ ക്യൂവിൻ്റെ വഴി വരുന്നവരുടെ എണ്ണം നിജപ്പെടുത്താനുള്ള ഒരു തീരുമാനവുമുണ്ട്. മകരവിളക്കിൻ്റെ അന്ന് 35,000 പേർക്ക് മാത്രമാണ് ദർശന അനുമതി ഉണ്ടാവുക എന്നാണ് ദേവസ്വം ബോർഡ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 30,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയായിരിക്കും ഉണ്ടാവുക. 13-ാം തീയതി 40,000 പേർക്കായിരിക്കും പ്രവേശനം. അത് 35,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയായിരിക്കും അനുമതി ഉണ്ടാവുക. മറ്റ് ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ 70,000 പേർക്ക് മാത്രമേ വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിക്കുകയുള്ളൂ. സ്പോട്ട് ബുക്കിംഗ് 5,000-ആയിട്ട് കുറയ്ക്കുകയും ചെയ്യും. അത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തുണ്ടെങ്കിലും കെട്ടിനിറച്ച് വരുന്ന തീർത്ഥാടകരെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് അവരെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുകൂടി വ്യക്തമാകുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 8-10 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചിലവ് കണക്ക് നൽകാത്തതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. ബോർഡിന്റെ വിശദീകരണത്തിൽ തൃപ്തിയില്ലെന്നും കൂടുതൽ സാവകാശം നൽകാനാവില്ലെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. യഥാസമയം കണക്ക് നൽകിയില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കണക്ക് അറിയിക്കാൻ ബോർഡിന് 1 മാസം കൂടി സാവകാശം നൽകി. സെപ്റ്റംബർ 20-നായിരുന്നു പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ ED മമത പോര്. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്ര സ്ഥാപനമായ ഐപാക്കിന്റെ ഓഫീസിലും ഡയറക്ടർ പ്രതീക് ജെയിനിന്റെ വീട്ടിലും ED നടത്തിയ റെയ്ഡും പിന്നാലെ റെയ്ഡ് നടക്കുന്നിടത്തേക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ടെത്തിയതുമാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ED നടപടികൾ രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് മമതാ ബാനർജി ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധിക്കും. തൃണമൂലിന്റെയും EDയുടെയും ഹർജി കൊൽക്കത്ത ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൊൽക്കത്തയിൽ പോര്, അത് ED വേണമെങ്കിൽ കേന്ദ്രവുമായുള്ള മമതയുടെ പോരിന്റെ ആവർത്തനം എന്ന് പറയാം, അത് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അതെ രഞ്ജിത്ത്, EDയുമായുള്ള പോരാണെങ്കിലും അത് യഥാർത്ഥത്തിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള പോരാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. കേരളത്തിനൊപ്പം വിധി എഴുതുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെ BJP ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരമുള്ള നീക്കങ്ങൾ BJP നടത്തുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് സംഘടനാപരമായി വലിയ ശക്തിയുണ്ട്, അടിത്തറയുണ്ട്, പിന്തുണയുണ്ട്. ഏതായാലും അത്തരം നീക്കം രാഷ്ട്രീയ നീക്കമെന്ന ആരോപണം തന്നെയാണ് ഇപ്പോൾ
തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. കാരണം ഇന്നലെയാണ് അവിടെ റെയ്ഡ് നടക്കുന്നത്. ഐപാക് ആണ് അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ. അതിൻ്റെ നേതൃത്വം നൽകുന്ന പ്രതീക് ജെയിൻ തന്നെയാണ് അവരുടെ IT സെൽ കൈകാര്യം ചെയ്യുന്നത്. ഇന്നലെ 15 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. അതിൽ പ്രതീക് ജെയിൻ്റെ വീട് ഉൾപ്പെടുന്നുണ്ട്, ഓഫീസ് ഉൾപ്പെടുന്നുണ്ട്. ഡൽഹിയിലടക്കം ഏതാണ്ട് 15 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നു. ഈ റെയ്ഡിനിടയിൽ മമതാ ബാനർജി അവിടേക്ക് കടന്നു വരികയും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പോര് രൂക്ഷമാക്കുകയും ചെയ്തത്. മമതാ ബാനർജി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ED ഉപയോഗിച്ച് കേന്ദ്രം വേട്ടയാടുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ED നിർണായകമായ ചില രേഖകൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ പിടിച്ചെടുത്തു എന്ന ആരോപണം മമത ഉന്നയിക്കുന്നു. ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു. ഇതിന് പുറമെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്, അതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തു. സ്ഥാനാർത്ഥികൾ, ഓരോ മണ്ഡലത്തിലെയും സാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾ അത് ED കൊണ്ടുപോയി. ഇതൊക്കെയാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അമിത്ഷാ ആണെന്ന ആരോപണം കൂടി മമത ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച അവിടെ അമിത്ഷാ സന്ദർശനം നടത്തുകയും വിവിധ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അപ്പോൾ റെയ്ഡ് അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന ആരോപണമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത്. എന്നാൽ ED പറയുന്ന കാര്യം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുമാണ് പരിശോധന നടത്തിയെന്നാണ് EDയുടെ വാദം. ഏതായാലും ഈ പ്രതിഷേധം ഇന്നലെ കൊണ്ട് അവസാനിപ്പിക്കാൻ മമതാ ബാനർജി തീരുമാനിച്ചിട്ടില്ല. ഇന്ന് വീണ്ടും കൊൽക്കത്തയിൽ 2 മണിക്ക് മമതാ ബാനർജി പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ജാദവ്പൂരിൽ നിന്നാണ് ഈ റാലി മമതാ ബാനർജി ഇന്ന് ആരംഭിക്കുന്നത്. ഒപ്പം നിയമ നടപടികളും രണ്ടു കൂട്ടരും നടത്തുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം രാഷ്ട്രീയമായി വേട്ടയാടുന്നു, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന് തന്നെയാണ് ആ ഹർജിയിലും ചൂണ്ടിക്കാണിക്കുന്നത്. EDയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ED പറയുന്നത് സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ അനുവദിക്കണം എന്ന ആവശ്യമാണ് ED ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നത്. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US പിടിച്ചെടുത്ത വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാരും. അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 100ഓളം മരണമുണ്ടായെന്ന് വെനസ്വേലയുടെ ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിച്ചു. ഇതിനിടെ വെനസ്വേലൻ എണ്ണ വിൽപ്പന അനിശ്ചിതകാലത്തേക്ക് നിയന്ത്രിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഏറ്റവും പുതിയ വിവരമനുസരിച്ച് 3 ഇന്ത്യക്കാരുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. റഷ്യ ശക്തമായ ഭാഷയിൽ അമേരിക്കയോട് ആവശ്യപ്പെടുന്നു തങ്ങളുടെ ജീവനക്കാരെ വിട്ടയക്കണമെന്നുള്ള കാര്യത്തിൽ. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അമേരിക്കയുടെ അധിനിവേശം അത് വെനസ്വേലയുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്കും കടക്കുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും സമുദ്രതലത്തിലും കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു ഈ നടപടി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ അമേരിക്കയോട് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് തങ്ങളുടെ ജീവനക്കാരെ വിട്ട് അയക്കണമെന്നുള്ളതാണ്. അതായത് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 28 പേരാണ് ഈ കപ്പലിലുണ്ടായിരുന്നത്. ഈ ജീവനക്കാരിൽ 28 പേരിൽ 17 പേർ യുക്രൈൻ പൗരന്മാരും 6 പേർ ജോർജിയക്കാരും 2 റഷ്യൻ പൗരന്മാരും 3 ഇന്ത്യക്കാരുമാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിൻ്റെ ഈ വിഷയത്തിൽ 2 ആഴ്ചയോളം നീണ്ട പരിശോധനയ്ക്കും ഒപ്പം തന്നെ ഈ കപ്പലിനെ പിന്തുടർന്നതിന് ശേഷമാണ് അമേരിക്ക ഈ കപ്പൽ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ബെല്ല-1 എന്ന പിന്നീട് മാരിനേര എന്ന പേര് മാറ്റിയ ഈ കപ്പൽ ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതായത് ഈ വെനസ്വേലയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ എണ്ണ US-നല്ലാതെ മറ്റാർക്കും വിൽക്കാൻ ശ്രമം നടത്തരുത്, അത് ഒരു തരത്തിലും അങ്ങനെയുള്ള ഒരു നീക്കം വെനസ്വേലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നു. അത്തരത്തിലൊരു ലംഘനം ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നടപടി US-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത്. ഇതിനു പുറമെ മറ്റൊരു കപ്പൽ കൂടി കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ കപ്പലിന് മുകളിലൂടെ US യുദ്ധവിമാനങ്ങൾ പറക്കുന്നതിൻ്റെ, ഹെലികോപ്റ്ററുകൾ പറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. റഷ്യൻ TV ആണ് ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കരീബിയൻ കടലിലും വെനസ്വേലൻ എണ്ണയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ആണ് മറ്റൊരു കപ്പൽ കൂടി ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക്, അതായത് കരീബിയൻ കടലിലും അതായത് സമുദ്രതലത്തിലടക്കം വലിയ സംഘർഷങ്ങൾ ഈ ഒരു വിഷയത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ സൂചന കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് നിലവിൽ ഈ ഒരു വെനസ്വേലയിൽ നിന്നുള്ള എണ്ണയുമായി US എണ്ണ കമ്പനിയായ ഷെവറോണിൻ്റെ 3 കപ്പലുകളും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പനി 11
ടാങ്കറുകളാണ് US-ലേക്ക് ഇത്തരത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. എണ്ണ US-നല്ലാതെ മറ്റൊരാൾക്കും വിൽക്കാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശമുണ്ട്. ഈ കപ്പലിന് നേരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി US മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ 2 കപ്പൽ ബെല്ല വൺ എന്ന മാരിനേര എന്ന് പിന്നീട് പുതുക്കിയ ഈ കപ്പലും മറ്റൊരു കരീബിയൻ കടലിൽ പിടിച്ചെടുത്ത മറ്റൊരു കപ്പലിനും ഉണ്ടായ ആ ഒരു രീതി മുന്നിൽ കണ്ടുകൊണ്ട് ഈ US-ലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഈ ഷെവ്രോൺ കമ്പനിയുടെ ഈ എണ്ണക്കപ്പലുകൾ അത് പിടിച്ചെടുക്കാനുള്ള നടപടി സ്വാഭാവികമായും റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ഹെലികോപ്റ്ററുകളുടെ വിന്യാസം, കൂടുതൽ സേനാ വിഭാഗങ്ങളുടെ വിന്യാസം ഒക്കെ വ്യോമതലത്തിൽ US ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ റഷ്യ ഈ ഒരു വിഷയത്തിൽ തങ്ങളുടെ ഈ ആവശ്യം പരിഗണിക്കണം, അതായത് തങ്ങളുടെ പൗരന്മാരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സമാന ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്ത് നടപടിയായിരിക്കും ഈ വിഷയത്തിൽ US സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഒപ്പം ഇറാനിലും ആഭ്യന്തര സംഘർഷം, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമാവുകയാണ്. ഇതുവരെ 45 പേരാണ് കൊല്ലപ്പെട്ടത്. രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയ പശ്ചാത്തലമുണ്ട്. അയത്തുള്ള അലി ഖൊമൈനിക്കെതിരെയും റസ പഹ്ലാവിക്കെതിരെയും അനുകൂലവുമായാണ് പ്രതിഷേധക്കാരുടെ മുദ്രാവാക്യം. MG മിഥുൻ തുടരുന്നുണ്ട്. മിഥുന്, ഇറാനിലും കാര്യങ്ങളൊട്ടും ശുഭകരമല്ല. അമേരിക്കയുടെ ഇടപെടൽ പേടിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ എന്നത് വ്യക്തമാണ്. അവിടുത്തെ സംഘർഷം സർക്കാർ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണോ ഇപ്പോൾ? തീർച്ചയായും അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 31 പ്രവിശ്യകളിൽ 31 സമാനമായ രീതിയിലുള്ള ആക്രമണം, പ്രതിഷേധം ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷാവകാരികളും ഒപ്പം തന്നെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമായി തുടരുന്നു എന്നുള്ളതാണ്. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും സാഹചര്യം അതിസങ്കീർണമായി മാറുന്നു എന്നുള്ളതാണ്. ഈ ഭരണകൂടത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഇറാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. മറ്റൊന്ന്, ചില അഭ്യൂഹങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു. ഇറാനെ ലക്ഷ്യമിട്ട് സൈനിക നടപടികളിലേക്ക് ഇത്തരത്തിൽ US കടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കൂടുതൽ യുദ്ധസന്നാഹങ്ങളോട് കൂടിയുള്ള വിമാനങ്ങൾ ഈ US-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. 14C-17 ഗ്ലോബ് മാസ്റ്റർ 3 കാർഗോ ജെറ്റുകളും 2 സായുധ AC-130J ഗ്ലോബ്സ്റ്റർ ഗൺഷിപ്പുകളും ബ്രിട്ടനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനം കൂടിയായിട്ടുള്ള C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും ഇത്തരത്തിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട്, മെൽഡൺ ഹാൾ, ലേക്കൻ ഹീത്ത് എന്നീ വ്യോമത്താവളങ്ങളിലാണ് US വിമാനങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് യൂറോപ്പിലേക്കും മധ്യേഷ്യയിലെയും US-ന്റെ സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന സൈനിക വിമാനത്താവളങ്ങളാണ്, സൈനിക താവളങ്ങളാണ് US-ന്റെ ഇതെന്നുള്ളതാണ്. അവിടേക്ക് ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ, സന്നാഹങ്ങളൊക്കെ എത്തിച്ചതിലൂടെ ഒരുപക്ഷെ ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഉടൻ ഉണ്ടായേക്കാമെന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് മുൻകൂട്ടിയുള്ള ചില നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഈ കൂടിയാലോചനകളെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പരിഹരിക്കാനാകും, അല്ലെങ്കിൽ ഈ നീക്കത്തെ എത്രത്തോളം തടയിടാനാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 6 മാസം മുമ്പാണ് ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശം, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഇറാനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അന്ന് കൃത്യമായ രീതിയിൽ അതിന് അതേ രീതിയിൽ മറുപടി നൽകാൻ ഇറാന് സാധിച്ചു എങ്കിൽ പോലും തന്നെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല എന്നുള്ളതാണ്. നാട്ടിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉടലെടുത്തിരിക്കുന്നു. നാട്ടുകാർ തന്നെ എതിരായി നിൽക്കുന്നു. ജനങ്ങൾ കടുത്ത ഭാഷയിൽ ഖമേനി ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലം. അപ്പോൾ അവിടെയും ഒരു അനുനയ ശ്രമം ഉണ്ടാകണം. ആദ്യം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണമെന്നുള്ള വലിയ കടമ്പ ഖമേനി ഭരണകൂടത്തിന് മുമ്പാകെ ഉണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ ഖമേനി ഭരണകൂടത്തിനെതിരാകുന്ന സാഹചര്യം ഇറാനിൽ സൃഷ്ടിക്കപ്പെടുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ, അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ?
Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയർന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. അരമണിക്കൂറിൽ ലോകം. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുമെന്ന AK ബാലന്റെ പരാമർശത്തിൽ CPM-ൽ ഭിന്നത. ബാലന്റെ നിലപാട് തള്ളിയ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പരാമർശം നിരുത്തരവാദപരമാണെന്നും പാർട്ടി അതിനെ തള്ളിക്കളയുകയാണെന്നും MV ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. AK ബാലൻ പറഞ്ഞത് അനുഭവത്തിന്റെ വെളിച്ചത്തിലാകുമെന്നായിരുന്നു ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മാറാട് കലാപത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിനിഷ്ഠുരമായ ഒരു കലാപമായിരുന്നല്ലോ അത്. ആ കലാപം നടന്നതിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു സംഘം, അത് RSS ആണ്, അവർ നിബന്ധന വെക്കുന്നു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴുള്ള മന്ത്രി വരാൻ പാടില്ല. അത് എല്ലാവർക്കും അറിയാം, കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. AK ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയുണ്ടായത്. UDF-ന്റെ നിലപാടുകളുടെ ഭാഗമായാണ് വർഗീയ പ്രശ്നങ്ങൾ ആളിക്കത്തുന്ന നിലയുണ്ടായത്. അതിന്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. PV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, AK ബാലൻ തുറന്നുവിട്ട ഭൂതം അത് CPM-ൽ വലിയ ഭിന്നതയുണ്ടാക്കിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറി എതിരെ അഭിപ്രായം പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ. മിക്ക ജില്ലാ കമ്മിറ്റികളിലും ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമോ? AK ബാലനെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പറയും എന്ന നിലപാടിലൂടെ ബാലന്റെ പ്രസ്താവനയോട് യോജിപ്പില്ല എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നു വന്നു. AK ബാലന്റെ നിലപാടുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉയർന്നു വന്നു. ബാലന്റെ പ്രസ്താവനയെ തള്ളിയാണ് അവിടെ MV ഗോവിന്ദൻ അവിടെയും നിലപാടെടുത്തത്. അദ്ദേഹം പറഞ്ഞത് AK ബാലന്റെ പരാമർശം നിരുത്തരവാദപരമാണ്, സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ താൻ മറുപടി നൽകാതിരുന്ന ഒരു വിശദീകരണം കൂടി അവിടെ MV ഗോവിന്ദൻ നൽകി. AK ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിലും വലിയ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഉയർന്നു വന്നത്. AK ബാലൻ പാർട്ടിയെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന ഒരു വികാരമാണ് പല നേതൃതലങ്ങളിലും ഉള്ളത്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ബാലനെ അങ്ങനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം AK ബാലൻ പറഞ്ഞത് തന്റെ അനുഭവം കൊണ്ടാകാം, അത് മാറാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. AK ബാലന്റെ പ്രതികരണവും വൈകാതികമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ആ രീതിയിൽ വിമർശനം വരുമ്പോൾ AK ബാലനെ തള്ളാത്തതിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് അന്ന് മാറാട് കലാപം കൂടി UDF വന്നാൽ മാറാട് കലാപം ഉണ്ടായേക്കുമെന്ന സൂചനകൾ കൂടി അന്ന് AK ബാലന്റെ മാറാട് കലാപം പോലുള്ള സംഭവം ഉണ്ടായേക്കുമെന്ന സൂചന കൂടി അന്ന് AK ബാലൻ നൽകിയിരുന്നു. അതാണ് വലിയ വിമർശനത്തിന് ഇടയാക്കിയത്. അത് മുഖ്യമന്ത്രി പറഞ്ഞ ന്യായം, മാറാട് കലാപം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്, അന്ന്
UDF എന്താണ് അതിനോട് നിലപാടെടുത്തത്, അതുകൊണ്ടാണ് അത്തരം ഒരു പരാമർശം, അതുകൊണ്ടാകാം AK ബാലൻ അത്തരം ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ AK ബാലനെ ന്യായീകരിച്ചത്. ഏതായാലും വലിയ രാഷ്ട്രീയ ചർച്ചയായി അത് മാറിക്കഴിഞ്ഞു. ബാലന്റെ പ്രസ്താവനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി നിയമ നടപടി അടക്കം സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയവും അവരുടെ പിന്തുണ UDF-ന് പിന്തുണയും ഒക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായി മാറുന്നത്. ആ സാഹചര്യത്തിൽ കൂടി വേണം മുഖ്യമന്ത്രിയുടെയും AK ബാലന്റെ വിവാദ പ്രസ്താവനയും അതിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയും എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ എതിർപ്പുമൊക്കെ കാണേണ്ടത്. CPM-ൽ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട്, എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്. കാരണം നേരത്തെ ന്യൂനപക്ഷങ്ങളുമായി വളരെയധികം ചേർന്ന് പോകാൻ CPM ശ്രമിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങൾ ഒരു പരിധിവരെ CPM-നോട് ഇടതുമുന്നണി അടുക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങനെയല്ല സാഹചര്യങ്ങൾ. പൂർണ്ണമായും ഇടതുമുന്നണിക്ക് എതിരായി മാറുന്നു സംസ്ഥാനത്തെ ന്യൂനപക്ഷ വോട്ടുകൾ. അടിയുറച്ച ഇടത് വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ളവ മുന്നണിയിലേക്ക് വരുന്നില്ല. ആ സാഹചര്യം എങ്ങനെ പ്രശ്നത്തെ സമീപിക്കണമെന്ന കാര്യം CPM-നെ ഇടതുമുന്നണിക്ക് ഇപ്പോഴും ഒരു അവ്യക്തത ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കടന്നാക്രമിച്ചായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ CPM മുന്നോട്ട് പോയത്. പക്ഷെ അവിടെയൊക്കെ അവർക്ക് തിരിച്ചടി ഉണ്ടാവുകയായിരുന്നു. ന്യൂനപക്ഷങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയുള്ള CPM-ന്റെ വിമർശനം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പൊതു നിലപാടായാണ് UDF ചിത്രീകരിക്കുന്നത്. ആ രീതിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയും SDPA പോലുള്ള സംഘടനകളും CPM-നെ നിലപാടെടുക്കുന്നത്. പക്ഷേ CPM പറയുന്നത് ഏത് വർഗീയതയും എതിർക്കപ്പെടുന്നത് പോലെ, അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വർഗീയ ശക്തികളാണ് ജമാഅത്തെ ഇസ്ലാമി SDPA പോലുള്ള. അവരെ എതിർക്കുന്ന ഒരു കാരണവശാലും ന്യൂനപക്ഷങ്ങളെ എതിർക്കുന്നതല്ല. ഇതിനെ മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ആ പ്രസ്ഥാനങ്ങളെയാണ് എതിർക്കുന്നത്, ആ ജനവിഭാഗങ്ങളെ അല്ല എന്ന് മുഖ്യമന്ത്രി നിലപാട് തിരുത്തി പറയുകയും ചെയ്തു. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഉയർന്ന വിമർശനമാണ്. അതും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. വർഗീയ പരാമർശം ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ ഇനിയും പിന്തുണയ്ക്കരുത് എന്ന അഭിപ്രായം ഉയർന്നുവെന്നാണ് വിവരം. തീർച്ചയായിട്ടും അത്തരം വിമർശനങ്ങൾ എല്ലാ കമ്മിറ്റികളിലും വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്നുണ്ട്. CPI യോഗങ്ങൾ മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന സമിതിയിലും വെള്ളാപ്പള്ളിയോട് ഇത്ര അടുപ്പം വേണമോ തരത്തിലുള്ള ചില ചിന്തകൾ ഉയർന്നു വന്നതാണ്. ഇന്നലെയാണ് CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. വെള്ളാപ്പള്ളിയെ എന്തിനിങ്ങനെ കൊണ്ടു നടക്കുന്നു എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. വർഗീയ പരാമർശം ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണച്ചാൽ ഇനിയും തിരിച്ചടി ഉണ്ടാകും എന്ന നിലപാടാണ് അംഗങ്ങൾ സ്വീകരിച്ചത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യമാണ് സമുദായ ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് NSS-മായി ഒരു ഐക്യ പ്രസ്ഥാനം രൂപപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി ഒരു നിലപാടെടുത്തത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യമാണ് ലക്ഷ്യം. അവിടെയാണ് ഇത്തരം വർഗീയ വിഭജനത്തിൽ തുടക്കം കുറിച്ചതെന്ന നിലപാടാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ ഉയർന്ന അഭിപ്രായം. അതിലും CPM-ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരെ തള്ളണം ആരെ കൊള്ളണം എന്ന കാര്യത്തിൽ CPM-ന് ഇപ്പോൾ അവ്യക്തതകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ SDP എതിർക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള എതിർപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നു. വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുമ്പോഴും സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് CPM എന്ന വ്യാഖ്യാനങ്ങളുണ്ട്. വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളാനും എന്നാൽ കൊള്ളാനും കഴിയാത്തൊരു സാഹചര്യം CPM-നുണ്ട് എന്ന് തന്നെയാണ് ഈ ചർച്ചകളും ഇപ്പോഴത്തെ വിമർശനങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത്. ശരി, അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ സയ്യിദ് മുഹമ്മദ് ആദിലിന് IS ബന്ധമെന്ന് ATS. എറണാകുളം ATS കേന്ദ്രത്തിൽ ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. IS ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊജക്ട് ഹൾക്കിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ ATS നേരത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഡാന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മൂവാറ്റുപുഴ സ്വദേശിയാണ് ഇയാളുടെ IS ബന്ധം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഇതിനകം ATS ലഭിച്ചു കഴിഞ്ഞു? കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് ആദിൽ എന്ന വ്യക്തിയെ പിടികൂടുന്നത്. അവിടെ നിന്ന് വലിയതുറ പോലീസിന് കൈമാറുകയായിരുന്നു. നേരത്തെ ലുക്കൌട്ട് സർക്കുലർ ഇയാൾക്കെതിരെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിമാനത്താവളത്തിൽ എത്തിയ ഉടനെ കൃത്യമായി അലർട്ട് ലഭിക്കുകയും അങ്ങനെ പോലീസിന് വിവരം കൈമാറുകയും ചെയ്തത്. അതായത് ഇയാൾ സൗദി അറേബ്യയിൽ താമസിക്കുന്ന സമയത്താണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ മറ്റ് പ്രതികളെ, അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ
IS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ബോധപൂർവമായ നീക്കം നടത്തി എന്നതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ സയ്യിദ് മുഹമ്മദ് ആദിലിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടയിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം ലഭിക്കുകയും തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പിടികൂടുകയും ചെയ്തത്. വലിയതറ പോലീസിന്റെ പിടിയിലായ സയ്യിദിനെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം ATSന് കൈമാറുകയായിരുന്നു. ATSന്റെ കൊച്ചിയിലെ ഓഫീസിലെത്തിച്ചാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എത്ര വർഷമായി ഇത്തരത്തിൽ ISന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ IS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നീക്കം തുടങ്ങിയിട്ട് മറ്റ് ആരൊക്കെ ഇത്തരത്തിലുള്ള സഹായം നൽകുന്നതിനായി സംസ്ഥാനത്തിനകത്ത് നിന്ന് സയ്യിദ് മുഹമ്മദിനൊപ്പമുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ATS പ്രധാനമായി ചോദിച്ചറിയുന്നത്. അതോടൊപ്പം ഈ IS ബന്ധത്തിന്റെ പേരിൽ സിറിയ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളുടെ ഭാഗമായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. UAPA ചുമത്തിക്കൊണ്ടാണ് ഈ കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തത്. ആ കേസിലാണ് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയായ സയ്യിദ് മുഹമ്മദ് ആദിൽ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം പിടിയിലായിരിക്കുന്നത്. ഒപ്പം ഇയാളുടെ സുഹൃത്തുക്കളുടെ ചില ബന്ധങ്ങൾ അതും ATSന്റെ പരിശോധനയിലുണ്ടല്ലോ. നേരത്തെ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ വ്യാപകമായി പ്രചരണം നടത്തുന്നു. IS ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ഇത് ഈ സുഹൃത്തുക്കൾ ഇയാളല്ലാതെ ഒരു വലിയ നെറ്റ്വർക്കാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഈ സുഹൃത്തുക്കൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇത്തരം ആശയ പ്രചരണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന വിലയിരുത്തലുണ്ടോ? അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്ത 02/2025 എന്ന ATS രജിസ്റ്റർ ചെയ്ത പ്രോജക്ട് ഹൽക്കുമായി ബന്ധപ്പെട്ടൊരു കേസാണിത്. അതിലാണ് UAPAയുടെ സെക്ഷൻ 38, 39 തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുന്നതാണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും കൂട്ടുപ്രതികളെ, അതായത് ഇയാൾക്കൊപ്പം ഈ ആശയ പ്രചാരണത്തിന്റെ ഭാഗമായിരുന്ന മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷേ അന്ന് സൗദി അറേബ്യയിൽ കഴിയുകയായിരുന്ന ഈ സയ്യിദ് മുഹമ്മദ് ആദിലിനു വേണ്ടി അന്വേഷണം വിശദമായ രീതിയിൽ നടന്നുവെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം ഇയാൾ രഹസ്യമായി രാജ്യത്തേക്ക് എത്തിയതാണ് എന്നാണ് വിവരം, ഇന്ത്യയിലേക്ക് എത്തിയതാണ് എന്നാണ് വിവരം. അങ്ങനെയാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് ഈ ലുക്കൌട്ട് സർക്കുലർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ഈ സയ്യിദ് എത്തിയ ഉടൻ തന്നെ കൃത്യമായ വിവരം ഉദ്യോഗസ്ഥർക്ക്, എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ആ വിവരം പോലീസിനെ കൈമാറുകയും ചെയ്തത്. അവിടെ തടഞ്ഞു വെച്ചതിന് ശേഷം വലിയതുറ പോലീസ് എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. തുടർന്ന് നടത്തുന്ന അന്വേഷണത്തിലാണ് ഇയാൾ ഇങ്ങനെയൊരു IS ബന്ധമുള്ള കേസിന്റെ ഭാഗമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ATS ഉദ്യോഗസ്ഥർ എത്തി ആന്റി ടെററിസം സ്ക്വാഡിന്റെ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്നാണ് കൊച്ചിയിലെത്തിച്ച് വിശദമായ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള നടപടികൾ ATSന്റെ അത് ഏതൊക്കെ തരത്തിലായിരിക്കും? നമുക്കറിയാം കേരളത്തിൽ IS ബന്ധം കണ്ടുപിടിക്കുന്നത് ഇതാദ്യമായല്ല. കനകമലയടക്കം നിരവധി കേന്ദ്രങ്ങളിൽ ഇതിനകം ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നമുക്ക് ലഭ്യമായതാണ്. കേരളം പലപ്പോഴും ISന്റെ ഹബ്ബാണ്, അല്ലെങ്കിൽ ISന്റെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് എന്നുള്ള വിവരങ്ങളൊക്കെ ATS അടക്കം വളരെ ഗൗരവത്തോടെ കാണുന്നൊരു പശ്ചാത്തലമുണ്ട്. ഈ പുതിയ സാഹചര്യത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? ISന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി നിരവധി ആളുകൾ, അതായത് വിദ്യാസമ്പന്നരായ ആളുകൾ, മലയാളികളായിട്ടുള്ളവർ സിറിയയിലേക്ക് അടക്കം പോവുകയും അവിടെ വലിയ തരത്തിൽ ഈ സംവിധാനങ്ങളുടെ ഭാഗമാവുകയും ചെയ്ത വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്, വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആശയ പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യധാരയിൽ ഈ സമൂഹ മാധ്യമങ്ങളുടെ ISന് വേണ്ടി ഇടപെടൽ നടത്തുന്ന ഒരാൾ സമീപകാലത്ത് ആദ്യമായാണ് ATSന്റെ കസ്റ്റഡിയിലാകുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസാണ്. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചിലർ അറസ്റ്റിലാകുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ നിന്നാണ് സയ്യിദ് മുഹമ്മദ് ആദിലിലേക്കുള്ള സൂചനകൾ കൃത്യമായി ATSന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് വളരെ സുപ്രധാനപ്പെട്ട ഒന്നാണ് കേസുമായി ബന്ധപ്പെട്ടതെന്ന് തന്നെയാണ് ATSന്റെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലാണ് ഈ ആശയ പ്രചരണം നടത്തിയിരുന്നത്, അതോടൊപ്പം ഇതിലേക്ക് യുവാക്കളെ ആകൃഷ്ടരാക്കാൻ, അല്ലെങ്കിൽ ആളുകളെ, വിദ്യാസമ്പന്നരായ ആളുകളെ ആകൃഷ്ടരാക്കാൻ ഏത് നയമാണ് അവർ സ്വീകരിച്ചിരുന്നത്, ഇതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സയ്യിദ് മുഹമ്മദ് ആദിലിന്റെ
ബന്ധം ATS പരിശോധിക്കുന്നു. ഇയാൾക്ക് IS ബന്ധമുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എറണാകുളത്ത് ATSന്റെ കേന്ദ്രത്തിൽ ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. കേരളത്തിൽ IS ഘടകം രൂപീകരിക്കാൻ ശ്രമം നടത്തിയെന്നും ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചരണം നടത്തിയെന്നും കണ്ടെത്തിയ പശ്ചാത്തലമുണ്ട്. പ്രോജക്റ്റ് ഹൾക്കിന്റെ ഭാഗമായാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇയാളിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത്. ഈ കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളെ ATS നേരത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. എറണാകുളം ATSന്റെ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. IS ഘടകം രൂപീകരിക്കാൻ ഇയാൾ ശ്രമം നടത്തിയ പശ്ചാത്തലം കൂടി ഇതുമായി ചേർത്ത് വെക്കുന്നുണ്ട്. നേരത്തെ അറസ്റ്റ് ചെയ്ത ആൾക്കൊപ്പം ഡാന് ഒന്ന് തുടരണം. കാരണം ഈ നേരത്തെ മറ്റു പ്രതികളെ ATS നേരത്തെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലമുണ്ടല്ലോ. ഇവർക്കൊപ്പം ഇയാളെ എത്തിക്കുക, ചോദ്യം ചെയ്യുക, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നേരത്തെ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടോ? അത്തരം സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ എത്ര പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട ATS നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഏത് സ്വദേശികളാണ്, അതായത് മലയാളികൾ തന്നെയാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരാനുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്ന് അറസ്റ്റിലായവരൊക്കെ നാട്ടിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായ അന്വേഷണത്തിൽ അവർ കൃത്യമായി പിടിയിലാകുകയും വിദേശത്തായിരുന്ന ഈ സയ്യിദ് മുഹമ്മദ് ആദിൽ മാത്രം അന്വേഷണ സംഘത്തിന് വലയിൽപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും വ്യാപകമായ അന്വേഷണം രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ ഇയാൾക്ക് വേണ്ടി നടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, അതോടൊപ്പം കുടുംബ പശ്ചാത്തലം, അതോടൊപ്പം ഏതൊക്കെ തരത്തിൽ, അതായത് ഈ ഒരു സംവിധാനങ്ങളുമായി എത്ര വർഷമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരാനുണ്ട്. അത് വൈകാതെ തന്നെ ആ സൂചനകൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും വിശദമായ അന്വേഷണമാണ് ATS നടത്തുന്നത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാകും ATS നടത്തുന്ന അന്വേഷണം, അല്ലെങ്കിൽ ATSന്റെ നിലവിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഈ വലിയ തരത്തിൽ അല്ലെ കൂടുതൽ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായാൽ കേസിന്റെ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിൽ ATS ആണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക് നമുക്ക് പോകണം. കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന് ആരോപിച്ച് 5 വയസ്സുകാരിക്ക് നേരെ ക്രൂരത. പാലക്കാട് കഞ്ചിക്കോടാണ് രണ്ടാനമ്മയുടെ ക്രൂരത. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ചട്ടുകം ചൂടാക്കി പൊള്ളലേൽപ്പിച്ചു. കഞ്ചിക്കോട് കിഴക്കേ മുറിയിലെ താമസക്കാരിയായ ബീഹാർ സ്വദേശിനി നൂർ നാസറിനെയാണ് വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിക്ക് നേരെ മുൻപും ക്രൂരമായ ആക്രമണം നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. പ്രജിത്ത്, എങ്ങനെയാണ് പോലീസിലേക്ക് ഈ വിവരം എത്തിയത്? മറ്റു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? രഞ്ജിത്ത്, കിടക്കയിൽ രാത്രി മൂത്രമൊഴിച്ചു എന്നുമാണ് പറഞ്ഞിട്ടാണ് കുട്ടിയുടെ രണ്ടാനമ്മ, അതായത് ഇതര സംസ്ഥാനത്ത് കഞ്ചിക്കോട് ജോലിക്ക് വേണ്ടി 2 വർഷത്തോളമായി ഇവർ ഇവിടെ താമസിക്കുന്നുണ്ട്. പ്രജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഈ കുട്ടിക്ക് നേരെ അതിക്രൂരമായ പീഡനമാണ് നടന്നത്. അമ്മ, ഇതുമായി ബന്ധപ്പെട്ട രണ്ടാനമ്മ ആണ് ഈ ക്രൂരത കാട്ടിയത്. ബീഹാർ സ്വദേശിനി നൂർ നാസറിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റു വാർത്തയിലേക്ക്. വിജയദായ ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരായ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് PT ആശ രാവിലെ 10:00 ഈ വിഷയത്തിൽ വിധി പറയും. ചിത്രം നിലവിൽ സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അതേസമയം ശിവകാർത്തികേയൻ നായകനായ സുധാ കൊങ്കരയുടെ പരാശക്തി എന്ന സിനിമയ്ക്കും ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. ചിത്രത്തിന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച തിരുത്തലുകൾ സ്വീകാര്യമല്ലെന്നാണ് സംവിധായക അറിയിച്ചത്. അതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ജയന്റ് മൂവീസിനാണ് പരാശക്തിയുടെ വിതരണാവകാശം. ബംഗ്ലാദേശിൽ ഹിന്ദുമത വിശ്വാസി ദിബു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതിയായ മുൻ മദ്രസ അധ്യാപകൻ പിടിയിൽ. ധാക്ക മെട്രോപൊളിറ്റൻ പോലീസിന്റെ പിടിയിലാണിപ്പോൾ ഇയാൾ. യാസിൻ അറാഫത്ത് എന്നാണ് ഇയാളുടെ പേര്. മൃതദേഹം വലിച്ചിഴച്ച് തീ കൊളുത്തിയതിൽ പ്രധാന പങ്കുവഹിച്ചത് യാസിൻ ആണെന്നാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.